ഞങ്ങൾ കഴിഞ്ഞ 150 മണിക്കൂറായി തത്സമയം ഇത് സംപ്രേഷണം ചെയ്യുമ്പോൾ അതിൽ ഇടവേളകളിൽ ഞങ്ങൾ പരസ്യം ഉപയോഗിച്ചിരുന്നില്ല. ഞങ്ങളൊരു ലൈൻ പോലും അതിൽ പരസ്യവാചകമോ മുകളിലുള്ള ഞങ്ങളുടെ ടിക്കർ എന്ന് പറയും, ഞങ്ങളുടെ മുകളിലുള്ള ഹെഡ് ബാൻഡ് സ്ക്രീനിൻ്റെ മുകളിലുള്ള ഭാഗത്ത് പോലും സാധാരണ എപ്പോഴും ഒരു പരസ്യം അവിടെ കിടക്കുന്നതാണ്. ആ പരസ്യം പോലും പിൻവലിച്ചാണ് ഷിരൂരിലെ വിവരങ്ങൾ തത്സമയം നൽകാൻ റിപ്പോർട്ടർ TV നിന്നത്. 180 മണിക്കൂറാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇടവേളകളില്ലാതെ ഇനി മുന്നോട്ട് പോവുക സാധ്യമല്ല എന്ന് പ്രേക്ഷകർക്കറിയാം. ഞങ്ങൾ 480 ജീവനക്കാരുണ്ട്. ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കണം, അതിനൊക്കെ ഭാരിച്ച ചിലവാണ്. കഴിഞ്ഞ 12ഓളം ദിവസങ്ങളിൽ നമ്മൾ ബഡ്ജറ്റ് അടക്കമുള്ള വിഷയങ്ങൾക്കുള്ള തയ്യാറെടുപ്പായിരുന്നു. പക്ഷേ കഴിഞ്ഞ 8 ദിവസങ്ങളായി നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് മാറാൻ കഴിയാതെ പോയി. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ചില വാർത്തയുടെ ഒഴുക്കിൽപ്പെട്ടുപോയാൽ നമ്മൾ ആ മനുഷ്യരോടൊപ്പം അങ്ങ് ചേരും. അത് സ്വാഭാവികമാണ്. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഒരു ധാർമ്മികതയുടെ മറ്റൊരു വിഷയമാണ്. ഐഡിയലായ ആദർശവൽകൃതമായൊരു മാധ്യമ പ്രവർത്തനം നമ്മുടെ ലോകത്തൊന്നുമില്ല. നമ്മൾ മനുഷ്യരാണല്ലോ, ചിലപ്പോഴൊക്കെ നമ്മൾ അതിൽ പെട്ടുപോകും. നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് കഴുകൻ കുത്തിപ്പറിക്കാൻ വരുന്നൊരു കുഞ്ഞിൻ്റെ ശരീരമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർക്ക് 2 കാര്യം ചെയ്യാമായിരുന്നു. ഒന്നുകിൽ ആ കഴുകനെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാമായിരുന്നു എന്നൊരു വാദമുണ്ട്. പക്ഷേ കെവിൻ കാർട്ടർക്ക് എന്താ സംഭവിച്ചെന്നറിയാമോ? ആ കെവിൻ കാർട്ടർ ആ ദൃശ്യം പകർത്തി, അത് പുലിറ്റ്സർ പ്രൈസിന് പുരസ്കാരം അദ്ദേഹത്തിന് തേടി എത്തുകയും ചെയ്തു. ആ കെവിൻ കാർട്ടർ ആ ചിത്രം പകർത്തിയതോടുകൂടി ഒരു നാടിൻ്റെ ദൈന്യത ലോകമറിഞ്ഞു. ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷ, പക്ഷേ ആ ഫോട്ടോഗ്രാഫിയിലൂടെ അറിഞ്ഞത് ലോകത്തിൻ്റെ ദൈന്യതയാണ്. ആ കുഞ്ഞ് രക്ഷപ്പെട്ടു, അതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. ആ കെവിൻ കാർട്ടർക്ക് എന്താ സംഭവിച്ചെന്നറിയാമോ? കെവിൻ കാർട്ടർ ആത്മഹത്യ ചെയ്തു ആ ദൃശ്യങ്ങളെടുത്തിട്ട്, അതിൻ്റെ മാനസിക സംഘർഷത്തിൽ. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർ നിങ്ങൾ എന്തുവേണമെങ്കിലും വിളിച്ചോളൂ. ശരിയാണ്, പല ഘട്ടങ്ങളിലും പല വാർത്തകളും വസ്തുതാപരമായി കൊടുക്കാതെ വരുന്ന സന്ദർഭങ്ങളുണ്ടാവാം. പക്ഷേ അവരൊക്കെ ഈ ഫീൽഡിൽ മഴയും തണുപ്പും അവഗണിച്ച് വർക്ക് ചെയ്യുന്ന ആ കൂട്ടരെ നമുക്ക് അവിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊരു അംഗീകാരമായി തന്നെ നമ്മൾ കണക്കാക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് വാർത്താ ഇടവേള ഇന്നു മുതൽ നമുക്ക് എടുത്തു തുടങ്ങേണ്ടതുണ്ട് എന്ന് നിങ്ങളോട് അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു ചെറിയ ഇടവേളയ്ക്ക് പോകുന്നത്. മറ്റ് ചാനലുകളെല്ലാം മറ്റു വാർത്തകളിലേക്കും ഇടവേളകളിലേക്കും പോയപ്പോൾ 180 മണിക്കൂർ നേരം നമ്മൾ അർജുനോടൊപ്പം നിൽക്കുകയായിരുന്നു. എനിക്കൊരു ചെറിയ ഇടവേള വേണം, ജീവിക്കാനുള്ള ശ്വാസവായു കിട്ടാനുള്ള ഒരു വഴി നമ്മളുടെ ഇടവേളകളാണ്. അത് പ്രേക്ഷകരോട് റിപ്പോർട്ടർ ചാനലിലുള്ള ഏറ്റവും വലിയ സാറ് പറഞ്ഞു മീഡിയ ഏറ്റവും ഞങ്ങളെ സഹായിച്ചതാണ്. മീഡിയാസ് ഇല്ലായിരുന്ന ഒരു കാലത്തായിരുന്നെങ്കിലോ അർജുൻ കാണാതെ പോയി, വഴിയരികിൽ എവിടെയോ നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങൾ അഭിനന്ദനം പറയുന്നത് മീഡിയ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ. ഇത്രയും ദിവസം കണ്ണിമ ചിമ്മാതെ നാടിനൊപ്പം നിന്ന റിപ്പോർട്ടർ ചാനൽ നല്ല പങ്ക് വഹിച്ചത് ഒന്ന് അരുൺകുമാർ സാർ. അത് നമ്മൾ പെട്ടു. അർജുൻ്റെ ഒരു കുടുംബത്തിലുള്ള ഒരാളാണ് നമ്മളെങ്കിൽ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? അത് മാത്രമേ നമ്മൾ ആലോചിച്ചു. ഞങ്ങൾ അത്ര മാത്രമേ ഉള്ളൂ, ഞങ്ങൾ നാട്ടുകാരും വീട്ടുകാരും. ഞാൻ പലപ്പോഴും പ്രേക്ഷകരോട് പറഞ്ഞത്, ആ അർജുൻ്റെ അനിയൻ അഭിജിത്ത് ആ ദിവസം, ഞാൻ ചെന്ന ദിവസം രാത്രി എല്ലാവരും ദുരന്തമുഖത്തുനിന്ന് പോയി. അവിടെ അയാൾ ചാരി നിൽക്കുക ആ ഇരുട്ടത്ത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരാൾ റിപ്പോർട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നുള്ളത് സ്വാഭാവികമായി പ്രേക്ഷകർക്ക് ആലോചിക്കാവുന്നുള്ളൂ. ആ മാനസിക നിലയിൽ നമ്മൾ പ്രതികരിച്ചു പോകും. അപ്പം SP എവിടെ എന്നുള്ളതാണല്ലോ ഒരു ട്രോള്. നമ്മൾ ചോദിച്ചു പോകും, SP എവിടെയാണ് എന്നുള്ളത് ചോദിച്ചു പോകുന്നൊരു സാഹചര്യമാണ്. കാരണം SP-യുടെ കുറ്റമല്ലാന്ന് SP ഇന്നലെ പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഇത് പരിചയമില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഒരു സിസ്റ്റം അലേർട്ടല്ലാതിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയല്ലല്ലോ. രാവിലെ മുതൽ തന്നെ പഞ്ചായത്ത് ആൾക്കാരും മന്ത്രിമാരും MLA-മാരും ഒക്കെ ആ സ്ഥലത്തുണ്ടാവും. ആ സ്ഥലം രാവിലെ 8 മണി വരെ അനാഥമായി കിടക്കും. രാത്രിയിൽ 6 മണിയാകുന്നതോടുകൂടി കടയുടെ ചെല്ലവരും പോകും. പിന്നീട് ആ പ്രദേശം അനാഥമാണ്. ആ മണ്ണിനടിയിൽ ഒരു മനുഷ്യനുണ്ട്, അവൻ നമ്മുടെ സഹോദരനാണ്. അപ്പോൾ അവനെ വിട്ടുപോകാൻ അഭിജിത്തിന് കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന വൈകാരികതയാണ്. അത് ഏതെങ്കിലും തരത്തിൽ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കുന്ന അഭിനയ പ്രകടനമൊന്നും അല്ല എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക. വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, അവർ വിമർശിച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. സാധാരണക്കാരായ മനുഷ്യർക്കൊപ്പം ജീവിക്കുന്നവരാണ്. ദുർബലതകൾ ഉണ്ടാവും. ആ വികാരത്തിൻ്റെ പുഴയിൽ നമ്മളും ചിലപ്പോൾ പെട്ടുപോകും. മണിക്കൂറുകളോളം നമ്മളും അതിൽ മുങ്ങിത്താന്ന് പോയിട്ടുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതിനൊരു ഫലമുണ്ടാവുന്നത് വരെ നമ്മൾ ആ പ്രയത്നം തുടരും.